എരുത്തേമ്പതി പഞ്ചായത്തിലെ കുടുംബങ്ങൾക്ക് 15 ദിവസമായി കുടിവെള്ളമില്ല. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ജനങ്ങൾ. എരുത്തേമ്പതി പഞ്ചായത്ത് 3-4 വാർഡുകളിൽ ഉൾപ്പെട്ട പൊതിക്കൽ, മാങ്കാപ്പള്ളം ഭാഗങ്ങളിൽ 150ഓളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം മുടങ്ങിയത്. മറ്റു വാർഡുകളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ശുദ്ധജലം ലഭിക്കുമ്പോൾ ഈ വാർഡുകളിൽ തീർത്തും വെള്ളം ലഭിക്കുന്നില്ല. ജലവിതരണം പലപ്പോഴും വിവേചനപരമായാണ് നടത്തുന്നതെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റിക്കും പരാതി നൽകിയിട്ടും ഫലമില്ലാത്തതിനെ തുടർന്നാണ് എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്ത് അംഗം സജിനി ബാബുവിന്റെ നേതൃത്വത്തിൽ 50ഓളം പേർ നാട്ടുകൽ ജല അതോറിറ്റി സെക്ഷൻ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മാങ്കാപ്പള്ളം ഭാഗത്താണ് ഞങ്ങളുടെ ഇവിടെ കുടിവെള്ളം സ്ഥിരമായിട്ട് സാധാരണ വർഷങ്ങളായിട്ട് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നിരന്തരം അറിയിപ്പ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ആ ദിവസം വെള്ളം വരും, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും സാധാരണ പോലെയാണ്. ഇതിപ്പോൾ 15 ദിവസമായിട്ട് തീരെ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുടിവെള്ളം വിട്ട് തരുന്നത് വരെ ഞങ്ങളിവിടെ ഇരിക്കും. ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടിലാണ്. വെള്ളത്തിന് വേറെ ഒരു സോഴ്സും അവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുടിവെള്ളം വിട്ട് തരണം, സാധാരണ പോലെ എല്ലാവർക്കും കിട്ടുന്ന പോലെ അതുപോലെ ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടണം. എത്ര ദിവസമായി കുടിവെള്ളം? ഇപ്പോൾ 15 ദിവസം. ഇനി ഞാൻ ഒരു ദിവസം വിട്ടു തന്നു. അത് ഞങ്ങൾ പ്രശ്നമാകുന്ന അറിഞ്ഞപ്പോൾ അവർ ഒരു ദിവസം വിട്ടു. പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾ പ്രശ്നമാകുന്ന ദിവസം വെള്ളം വരുന്നുണ്ട്. അത് 1 മണിക്കൂർ 2 മണിക്കൂർ കൃത്യസമയമില്ല. ഇപ്പോൾ ഉറക്കമൊഴിച്ചിരുന്ന് വെള്ളം പിടിക്കാനായിട്ട് എല്ലാ ദിവസവും ഉറക്കം കളഞ്ഞിരിക്കുക. എല്ലാ ദിവസവും ഉറക്കം കളഞ്ഞിരുന്ന് തൊഴിലുറപ്പിന് ഒരാഴ്ചയായി പണിയെടുത്തിട്ട് പോകാൻ പറ്റില്ല. ഉറക്കം ഒഴിച്ച് രാവിലെ എടുക്കുമ്പോൾ ആശുപത്രി പോയിട്ട് വരുന്ന അവസ്ഥയാണ്. പ്രായമായി അമ്മ. അപ്പോൾ അവർക്ക് തൊഴിലുറപ്പിന് പോകാനും വഴിയില്ല. കുഞ്ഞു കുട്ടികളെ നോക്കി ഉറക്കമൊഴിച്ച് വെള്ളം പിടിക്കാനും കുട്ടികളെ നോക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. UTV ന്യൂസ്, പാലക്കാട്.